ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോരുത്തരുടെയും ജീവിതത്തിൽ പല ദിവസങ്ങളും കടന്നു പോകുന്നുണ്ട്. ആ പല ദിവസങ്ങളിൽ ഓരോരോ സംഭവങ്ങൾ ഓരോരോ ദിവസങ്ങളിൽ നടന്നു പോകുന്നതും നമുക്ക് കണ്ടറിയാവുന്നതാണ്. പക്ഷെ പല ദിവസങ്ങളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ശുഭപ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട്. ആ ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് നമ്മൾക്ക് ഓരോരോ നല്ല ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇന്നത്തെ ദിവസം എങ്ങനെയിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തും. ചിലപ്പോൾ ഇന്നത്തെ ദിവസം വളരെ മോശമായിരുന്നു എന്ന് നമ്മൾ വിലയിരുത്തും. അതേസമയം ചില ദിവസങ്ങളിൽ നല്ല ഗുണപരമായിട്ടുള്ള ദിവസമാണ് എന്നും വിലയിരുത്തും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന പലരുടെയും ഓരോരോ ദിവസങ്ങൾ കഴിഞ്ഞു കൂട്ടുമ്പോൾ നമ്മൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഓരോരോ ദിവസങ്ങളും ഓരോരോ പല ആൾക്കാരും പല രൂപത്തിലുള്ള നെട്ടോട്ടത്തിലായിരിക്കും. ആ നെട്ടോട്ടത്തിനിടയിൽ സക്സസ് ആയി വരുന്ന സാഹചര്യങ്ങളും ഫെയിലിയറായി വരുന്ന സാഹചര്യങ്ങളും ഉണ്ടാകും. ഇപ്പോൾ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് മറ്റുള്ള അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങൾ നമ്മളുടെ ഒരു ദിവസത്തിൽ കടന്നു പോകുന്നുണ്ട്. അങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ ശുഭ ദിവസങ്ങളും ചിലപ്പോൾ അശുഭ ദിവസങ്ങളും വരാറുണ്ട്. ആ ശുഭ ദിവസങ്ങളെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് പറയുകയാണെങ്കിൽ നല്ല ദിവസങ്ങൾ നമ്മൾക്ക് ഓടിമറിയുന്നത് അറിയില്ല, കെട്ട ദിവസങ്ങളും നമുക്ക് ഓടിമറിയുന്നത് അറിയില്ല. അപ്പൊ ശുഭ ദിവസങ്ങൾ ഏതാണ് എന്ന് നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അത് എടുക്കാൻ ചില ദിവസങ്ങളിൽ അനുഭവിച്ചറിഞ്ഞാലേ നമ്മൾക്ക് ആ ദിവസം നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയുള്ളൂ. ചില ദിവസങ്ങൾ നമുക്ക് നല്ല മുഹൂർത്തം ചേരുന്ന ദിവസങ്ങളായിരിക്കും. ആകാംക്ഷയോടുകൂടി ചില വേറെ മറ്റുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു യാത്ര അല്ലെങ്കിൽ ടൂറിസ്റ്റ് പോവുക, അങ്ങനെയുള്ള യാത്ര, സുഖവാസ യാത്ര, അങ്ങനെയുള്ള യാത്രയ്ക്കെല്ലാം പോകുന്ന സമയത്ത് നമ്മൾ നല്ല പ്രസരിപ്പോടുകൂടി പോകുന്ന സമയത്ത് പക്ഷെ ആ പ്രസരിപ്പിന്റെ ഇടയിൽ ചിലപ്പോൾ ചില ദുഃഖങ്ങൾ വന്നു ചേരുവാറുണ്ട്. അങ്ങനെയുള്ള ചില ദിവസങ്ങൾ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ദിവസങ്ങൾ ചിലപ്പോൾ പൊട്ട ദിവസമാണ് ആ ദിവസം വരുന്നതെങ്കിൽ നമ്മൾക്ക് സുഖവാസത്തിന് പോയിട്ട് നമ്മൾക്ക് ചിലപ്പോൾ ശോകമായിട്ടുള്ള ദിവസങ്ങളായിട്ട് മാറി വരാറുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളും മുഹൂർത്തങ്ങളും കണക്കാക്കിയിട്ടുള്ള ഒരു ദിവസങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. കുറച്ചും കൂടി മുൻപായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി യാഥാർത്ഥ്യമാകുമായിരുന്നു എന്നിരുന്നാലും പറയണം. അതായത് വന്നിട്ട് നമ്മൾക്ക് ദിവസം, അതുപോലെ തന്നെ ഒരു വാഹനം വാങ്ങിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന ദിവസം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ വീട്ടിലെത്തിയോ എന്നുള്ള അറിയാനുള്ള ദിവസം, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ദിവസം, അതായത് എക്സാം മറ്റുള്ള കാര്യങ്ങളിലെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങൾ, അങ്ങനെയുള്ള ദിവസങ്ങൾ ഓരോരോ ദിവസങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ബിസിനസ്സുകളിലായിരിക്കും. ആളുകൾക്ക് ഒരു ദിവസം നല്ല ബിസിനസ്സുകൾ നടന്നുകൊണ്ടിരിക്കും, ചില ദിവസങ്ങളിൽ അതുണ്ടാവില്ല. ചില ദിവസങ്ങളിൽ നല്ല തിരക്കുള്ള ദിവസങ്ങളായിരിക്കും, ചില ദിവസങ്ങളിൽ അതുണ്ടാവില്ല. അങ്ങനെയുള്ള ദിവസങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതായത് 21, 22, 23, അതായത് ജൂലൈ മാസം 21, 22, 23 ഈ ദിവസങ്ങളിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം എന്ന രാശിക്കാർക്ക്, അതായത് ധനു രാശിക്കാർക്കാണ്. ധനു രാശിക്കാർക്ക് 21, 22, 23 എന്ന ദിവസങ്ങൾ ശുഭഫലങ്ങൾ നൽകുന്ന ദിവസം, ശുഭ വാർത്തകൾ കേൾക്കാൻ പറ്റിയ ഒരു ദിവസം എന്നാണ് പറയാം. ശുഭവാർത്തകൾ എന്ന് വെച്ച് പറഞ്ഞാൽ നല്ല ദിവസങ്ങളായി മാറുന്ന ഒരു ദിവസത്തെ പറ്റി പറയുന്നത്. അന്നത്തെ ദിവസം നമ്മൾക്ക് ശുഭവാർത്തകൾ കേൾക്കാൻ പറ്റിയ ദിവസമായിരിക്കും, ശുഭഫലങ്ങൾ അനുഭവിക്കാൻ പറ്റിയ ദിവസമായിരിക്കും. അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ എന്തെങ്കിലും സാധനമാണ് പറയുന്നത്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു യാത്ര തിരിച്ച് ഒരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ്. ആ യാത്ര കൊണ്ട് നമ്മൾക്ക് ഉദ്ദിഷ്ട കാര്യം നടക്കാനുള്ള ദിവസമായിരിക്കും എന്നാണ് പറയുന്നത്. 21, 22, 23 ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭഫലമായിട്ടുള്ള ദിവസങ്ങളായിരിക്കും എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു കച്ചവടം തന്നെ അന്നേക്ക് നല്ല കച്ചവടമുള്ള ദിവസമായിരിക്കും. ബിസിനസ്സുകാരാണെങ്കിൽ അല്ലെങ്കിൽ ബിസിനസ്സുകളെല്ലാം നന്നായി പറഞ്ഞു ഉറപ്പിക്കാൻ പറ്റിയ ദിവസമായിരിക്കും. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്കായിട്ട് നമ്മൾ വാഹനങ്ങളുടെ സ്പെയർ പാർട്സുകളോ അല്ലെങ്കിൽ വാഹനം തന്നെ വാങ്ങിക്കാനായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരുമാനം എടുക്കുകയാണെങ്കിൽ അതൊരു മുഹൂർത്ത ദിവസമായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു. മുഹൂർത്ത ദിവസം കൂടിയായിട്ട് തന്നെ കണക്കാക്കി വേണം പറയുകയാണെങ്കിൽ അങ്ങനെയുള്ള ദിവസങ്ങളാണ്. അതുപോലെ വിദേശ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ കിട്ടുവാനുണ്ടെങ്കിൽ അത് കിട്ടുവാനുള്ള അവസരങ്ങൾ ചിലപ്പോൾ ഈ ദിവസങ്ങളിൽ അത് കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. പോകാനുള്ള സാധ്യത ഇന്നേക്ക് തരും നാളേക്ക് തരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടുവാനുള്ള സാധ്യതകൾ, അതുപോലെ ചികിത്സാ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും റിസൾട്ടുകൾ മറ്റുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇന്നേക്ക് റിസൾട്ട് കിട്ടുന്ന ദിവസമാണ്, എന്താകുമോ എന്ന് ആവരാതി കൂട്ടുന്ന ദിവസം. അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം പോസിറ്റീവായിട്ട് വരുവാനുള്ള സാധ്യത കൂടുതലായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ധനവരുമാനം, ധനങ്ങൾ വന്ന് കയ്യിൽ ചേരുവാനുള്ള ദിവസം,
അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രേഖകൾ കിട്ടുവാനുണ്ടെങ്കിൽ അതെല്ലാം കിട്ടുവാനുള്ള ദിവസം. അങ്ങനെ ഒരു ശുഭ ദിവസം എല്ലായ്പ്പോഴും എപ്പോഴും ഒരുപോലെ ഇരിക്കില്ല എന്ന് പറയുന്നത്. ഈ ശുഭ ദിവസങ്ങൾ എന്ന് പറയുന്നത് 21, 22, 23 നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ഉചിതപരമായിട്ടുള്ളൊരു ദിവസത്തെയാണ് കണക്കാക്കി എടുത്തിരുന്നത്. അതായത് നക്ഷത്രത്തിന്റെ പാദം കണക്കാക്കിയിട്ടുള്ള ദിവസങ്ങളെ പറ്റിയാണ് ഗണിച്ച് നോക്കിയെടുത്തിരിക്കുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദിവസങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുന്ന പ്രതീക്ഷ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടി എന്നേ വരില്ല. വീഡിയോ ഫുള്ളായി കണ്ടതിന് ശേഷം എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. അതായത് ഈ ദിവസങ്ങളിൽ ചിലപ്പോൾ പൊട്ട ദിവസങ്ങളും വരാം എന്ന് ഞാൻ പറയുന്നുണ്ട്. കാരണം വെച്ചാൽ നല്ല ദിവസങ്ങളാന്ന് പറഞ്ഞിട്ട് പൊട്ട ദിവസങ്ങളാണല്ലോ വന്നിരിക്കുന്നത് എന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം വീഡിയോ ചിലവർ വന്നിട്ട് എല്ലാം സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടതിന് ശേഷം അത് എന്താണ് പറഞ്ഞതെന്നുള്ളത് ചിലപ്പോൾ അറിയില്ല. അതായത് ഈ ദിവസങ്ങൾ പൊട്ട ദിവസമായിട്ട് മാറണമെങ്കിൽ നമ്മൾക്ക് എതിർ ദിശ എന്ന് വെച്ചാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയും ആയിട്ടുള്ള അവർക്ക് പോസിറ്റീവ് അല്ലാത്ത നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ദിവസമായി ചിലപ്പോൾ ഉണ്ടാവും. ഈ മൂലം പൂരാടം ഉത്രാടം എന്ന നക്ഷത്രക്കാർക്ക് അത് പുരുഷനാണെങ്കിൽ ഭാര്യന്റെ ഭർത്താവിനും അത് നെഗറ്റീവ് ആയിട്ടുള്ള ദിവസമായിട്ട് മാറുകയാണെങ്കിൽ ഈ ദിവസം അത്രയ്ക്ക് നിങ്ങൾക്ക് ശോഭിക്കില്ല, ഈ പറഞ്ഞത് പരിക്കുമില്ല എന്നുള്ളത് സത്യമാണ്. അതേ സമയത്ത് അവർക്ക് നല്ല ഒരു ദിവസമായിരുന്നു അന്നത്തെ ദിവസം, അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള ദിവസമാണ് എന്നുണ്ടെങ്കിൽ ഈ തീർച്ചയായിട്ടും ഈ പറഞ്ഞ കാര്യം എന്തെങ്കിലും ഒരു ശുഭകാര്യം എന്നാണ് പറയുന്നത്. 21, 22, 23 അതുപോലെ തന്നെ ഈ ദിവസങ്ങൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കുവാനോ ഭൂമി സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനോ കുട്ടികളുടെ വിദ്യാഭ്യാസ സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിനോ അതുപോലെ തന്നെ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാനുള്ള മറ്റേ പ്രശ്നത്തിനോ വാഹനങ്ങൾ വാങ്ങിക്കുവാനുള്ള പ്രശ്നത്തിനോ അതുപോലെ തന്നെ മൊബൈൽ സംബന്ധമായിട്ട് ഇലക്ട്രോണിക് സംബന്ധമായിട്ട് വിവാഹ സംബന്ധമായിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ആഭരണ സംബന്ധമായിട്ട് വല്ല സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ വാങ്ങിച്ചു കൊടുക്കാൻ ദിവസമാണെങ്കിൽ ഒരു ഉദാഹരണത്തിന് നല്ല മൊബൈൽ വാങ്ങിക്കുകയാണെങ്കിൽ അതെല്ലാം പെട്ടെന്ന്, അതായത് ഉപകരണ സാധനങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് വസ്തുക്കളെല്ലാം പെട്ടെന്ന് ചിലപ്പോൾ ചീത്തയായി പോകുന്ന സാധനങ്ങളും ഉണ്ടാവും വാറണ്ടി ഉണ്ടെങ്കിലും. എന്നിരുന്നാലും ലൈഫ് കിട്ടും എന്ന് പറയും. ലൈഫ് കിട്ടും പറഞ്ഞാൽ അത് കുറച്ചു കാലം ഉണ്ടായിരിക്കും എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ ചില ദിവസങ്ങൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞു പറഞ്ഞാൽ ചിലപ്പോൾ 2-3 മാസം അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും അത് ചിലപ്പോൾ കേട് വന്നിരിക്കും എന്നുള്ള പറയും. മുഹൂർത്തങ്ങൾ പറഞ്ഞാൽ വിവാഹ മുഹൂർത്തം, ഗൃഹപ്രവേശം, അതുപോലെ പ്രസവത്തിന് കൂട്ടിയിട്ട് പോവുക, അങ്ങനെയുള്ള ശുഭമുഹൂർത്തങ്ങൾക്കുണ്ട്. ആ ശുഭമുഹൂർത്തങ്ങൾ നമ്മൾ ജ്യോത്സ്യനെ കണ്ട് ഒരു നല്ലൊരു ദിവസം കുറിച്ച് വാങ്ങിക്കും. ആ ദിവസം അത് ശരിക്കും അത് എന്തിനെ കുറിച്ച് വാങ്ങിക്കുക വെച്ചാൽ നല്ല ദിവസമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ ഒരു നല്ല ദിവസം തന്നെയാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ഓരോ സംഭവങ്ങളും നന്നായിരിക്കും. അപ്പോൾ 21, 22, 23 എന്ന രീതികൾ മൂലം പൂരാടം ഉത്രാടം എന്ന നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ എന്തായാലും ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഇല്ലാതെ വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന എതിർദിശ പറഞ്ഞാൽ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയ്ക്കും ആയിട്ട് നെഗറ്റീവായിട്ടുള്ള ദിവസമാണെങ്കിൽ ഈ ഫലം അത്രയ്ക്ക് ഭരിക്കില്ല എന്ന് പറയുന്നത്. എന്നിരുന്നാലും അങ്ങനെയൊക്കെ അപൂർവമായിട്ടേ വരുള്ളൂ. പക്ഷെ രണ്ടാൾക്കും ഒരുപോലെ നമ്മൾ എങ്ങനെ ചിന്തിക്കാം, രണ്ടാൾക്കും ഒരുപോലുള്ള ദിവസം അല്ലെങ്കിൽ അവർക്കും ഗുണകരമായിട്ടുള്ള ദിവസമാണെങ്കിൽ ശരിക്കും പോസിറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. പണം കിട്ടുവാനുണ്ടെങ്കിൽ ഭാഗ്യ കടാക്ഷം കൊണ്ട് തന്നെ കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കൊടുക്കൽ വാങ്ങലുകൾ നമ്മൾ തിരിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ടുള്ള ആഹ്ലാദത്തിന് ഇടവരുത്തും. ചിലപ്പോൾ എന്തെങ്കിലും പ്രണയങ്ങളെല്ലാം ആരോടെങ്കിലും പറയാനുണ്ടെങ്കിൽ ചിലപ്പോൾ അത് പറയാൻ ഒരുപാട് വൈകി ഇരിക്കുന്ന കാര്യങ്ങളുണ്ടാകും. അതുപോലെ ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ, ഇന്നൊക്കെ പറയാം നാളേക്ക് പറയാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദിവസങ്ങളുണ്ട്. അങ്ങനെയുള്ള ദിവസങ്ങളെല്ലാം ഈ ദിവസങ്ങളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശുഭഫലം കിട്ടുന്നതിൽ യാതൊരു സംശയമില്ല. കാരണം വെച്ചാൽ ഈ 21, 22 ദിവസങ്ങൾ നിങ്ങൾക്ക് ശുഭഫലം തന്നെ തരും എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. നമസ്കാരം.